സ്ത്രീ സർക്കിളുകളിൽ ഇതിൽ ബാധിക്കപ്പെടും, എങ്ങനെ പുരോഗമന സ്ത്രീ സമൂഹത്തിലേക്ക് നമ്മൾ വേടനെ ഒരു അവാർഡ് കിട്ടിയ ഒരു ഐക്കൺ എന്ന നിലയിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ള ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ അവാർഡിനെ അംഗീകരിക്കുന്നതോടൊപ്പം കൂടി തന്നെ വേടൻ ചെയ്ത മുഴുവൻ എന്താ പറയുക, നീതിയുക്തമല്ലാത്ത മുഴുവൻ കാര്യങ്ങളെയും ഒരു രീതിക്കകത്ത് യോജിക്കുന്നില്ല, എല്ലാത്തിനെയും തള്ളിക്കളയുന്നു. യോജിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് അഭിപ്രായം. കൊടുക്കണതിന് കുഴപ്പമൊന്നുമില്ല, നല്ല ആ പദവിയുടെ ഒരു സംഭവം ആളെടുത്തുണ്ട്. പിന്നെ മമ്മൂട്ടി കൊടുത്തതാണ് എനിക്ക് വലിയ ഇതില്ലാത്തത്. കാരണം ആസിഫ് അലി അത്രയും ഡിസർവ്ഡ് ആയിരുന്നു. കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, കാരണം വേടൻ്റെ കഴിവിനെ അംഗീകരിക്കണമല്ലോ. ആ വ്യക്തി കൊടുക്കുന്നതിന് നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. റൈറ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. പഴയകാല എഴുത്തുകാർ അവർ എഴുതിയ കാര്യങ്ങളൊക്കെയാണ് വളരെ അർത്ഥവത്തായ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വളരെ ഫോളോ ചെയ്യുന്നത്, മറ്റു കാര്യങ്ങളൊക്കെ. പക്ഷേ നമ്മൾ ഈ ഒരു ചുറ്റുപാടില്ല, നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇത്ര എഴുത്തുകളൊക്കെ നമ്മൾ സപ്പോർട്ടീവായിട്ട് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മഹാരാജാസ് കോളേജിലാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഫിലിം സ്റ്റേറ്റ് അവാർഡ്സ് പ്രഖ്യാപിക്കുകയുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഗാനരചയിതാവ് എന്നുള്ള അവാർഡിന് വേടനായിരുന്നു അർഹനായിരുന്നത്. എന്നാൽ രണ്ട് അഭിപ്രായങ്ങളാണ് നമുക്ക് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഒന്ന്, ഇത്ര അലിഗേഷൻസ് നിൽക്കുന്ന സമയത്ത് എന്തുകൊണ്ട് വേടൻ ഈ അവാർഡ് കൊടുത്തു എന്നുള്ളതാണ്. രണ്ടാമത്തെ എന്നുള്ളത് ഇത്തരത്തിലുള്ള അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന പാട്ടുകളുടെ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടേണ്ടതുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുട്ടികളോട് ചോദിച്ചാലോ എന്താണ് അവരുടെ അഭിപ്രായം എന്ന്. വേട്ടക്കാരന് കൊടുക്കണ്ടേ? കൊടുക്കണം അല്ലേ? അതല്ലേ നമ്മളെ കേരളത്തിൽ എല്ലാവർക്കും ഡിസേർവിംഗ് ആണ്. നല്ലോണം പാട്ട് പാടി കഴിഞ്ഞ വർഷം ട്രെൻഡ് ചെയ്യുന്നല്ലോ. സ്വന്തമായിട്ടൊരു പൊളിറ്റിക്സ് ഉള്ള ആളാണ് വേടൻ. അതെ, അപ്പോൾ ആ പൊളിറ്റിക്സിനാണ് പാട്ടിലൂടെ പറയുന്നത്. വേടൻ്റെ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൂടെ ആ ഒരു കാര്യത്തിനോട് വിയോജിപ്പാണ്. കാരണം ഇപ്പോൾ വേടൻ തന്നെ പറയുന്നുണ്ട് വേടൻ ഒരു ഇൻഫ്ലുവൻസറാണ് എന്നുള്ളത്. അപ്പോൾ പൊതുവായിട്ടുള്ളൊരു സമൂഹം എങ്ങനെ, അല്ലെങ്കിൽ വളർന്നു വരുന്ന ഇപ്പോഴത്തെ കുട്ടികൾ കേൾക്കുന്ന തലമുറ കേൾക്കുന്ന പാട്ടുകൾ വേടൻ്റെ കൂടിയാണ്. അപ്പോൾ ആ പാട്ട് കേൾക്കുന്ന ഒരു ഇൻഫ്ലുവൻസർ ആകുന്ന വ്യക്തി എങ്ങനെയാണ് വേടൻ്റെ ഇത്തരം പ്രവർത്തികൾ ദോഷകരമായിട്ട് തന്നെയാണ് ബാധിക്കുക. എന്നാൽ വേടൻ അവാർഡ് കൊടുത്ത പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഞ്ഞുമൽ ബോയ്സിലെ പാട്ടിനാണ്. ആ പാട്ട് ഈ നാടിനകത്തെ അടിസ്ഥാന വർഗത്തിലെയും സാധാരണ പണിക്കാരുടെയും കൂലിപ്പണിക്കാരുടെയൊക്കെ ജീവിതം പറയുന്ന പാട്ടാണ്. ആ പാട്ടിനെ അംഗീകരിക്കുക, ആ പാട്ടിനെ പരിഗണിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ നല്ലൊരു തീരുമാനമായിട്ട് തോന്നുന്നത്. എന്നാൽ ഈ അവാർഡിനെ അംഗീകരിക്കുന്നതോടൊപ്പം കൂടി തന്നെ വേടൻ ചെയ്ത മുഴുവൻ എന്താ പറയുക, നീതിയുക്തമല്ലാത്ത മുഴുവൻ കാര്യങ്ങളെയും ഒരു രീതിക്കകത്ത് യോജിക്കുന്നില്ല, എല്ലാത്തിനെയും തള്ളിക്കളയുന്നു. യോജിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് അഭിപ്രായം. വേടൻ നല്ലൊരു കലാകാരനല്ലേ, അപ്പം അവന് അവാർഡ് കിട്ടിയ നല്ല കാര്യം തന്നെ. പാട്ടുകൾ നോക്കിയാൽ നല്ല അർത്ഥമുള്ള പാട്ടുകളാണ്, അപ്പം കേൾക്കാൻ രസമാണ്, നല്ല ട്രാക്കാണ്. വേടൻ്റെ കാര്യത്തിൽ കലയെയും കലാകാരനെയും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള മൗലികമായിട്ടുള്ള ചോദ്യം അവിടെ ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ വേടൻ കൂടുതലായിട്ടും ഈ മീറ്റു വിവാദങ്ങളാണെങ്കിൽ പോലും അല്ലെങ്കിൽ ലഹരി ഉപയോഗത്തിൻ്റെ കാര്യങ്ങളാണെങ്കിൽ പോലും അത്തരം പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടെങ്കിൽ തന്നെ വേടൻ ഒരു പരിധിവരെ അതിനൊന്നുമല്ല ടാർഗറ്റ് ചെയ്യപ്പെടുന്നത്. വേടൻ്റെ പാട്ടുകളെ എതിർക്കുന്നവർ അല്ലെങ്കിൽ ഈ രണ്ടാം ചേരിയിലുള്ള ആളുകൾ പലപ്പോഴായിട്ടും ഉന്നയിക്കുന്ന വാദം വേടൻ്റെ ജാതി വിരുദ്ധ രാഷ്ട്രീയവും വേടൻ്റെ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയവുമൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വേടൻ്റെ സംഗീതത്തെയും വേടന് ലഭിച്ച ഈ അവാർഡിനെയും റദ്ദ് ചെയ്യാൻ ഒരു കൂട്ടം ആളുകൾ ശ്രമിക്കുന്നതെങ്കിൽ അത് തീർച്ചയായും തഴയപ്പെടേണ്ടതാണ്. അവിടെയും മൗലികമായിട്ട് ഇപ്പോൾ മീറ്റു വിവാദത്തിൽ നിൽക്കുന്ന ഒരാൾ, ഇപ്പോൾ ലഹരി ഉപയോഗം എന്നുള്ളത് വേറൊരു സൈഡാണ്. മീറ്റു വിവാദത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് ഇത്തരം കേരളത്തിൻ്റെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു അവാർഡ് അദ്ദേഹത്തിലേക്ക് എത്തുമ്പോൾ അത് സമൂഹത്തിൽ, പ്രത്യേകിച്ച് സ്ത്രീ സമൂഹത്തിനിടയിലേക്ക് നൽകുന്ന തെറ്റായ ഒരു സന്ദേശമുണ്ട്. അതവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും അതും എനിക്ക് തോന്നുന്നു ഈ കാര്യത്തിൽ ഏറ്റവും വാലിഡ് ആയിട്ടുള്ള കൺസേൺ എന്ന് പറയുന്നത് ആ ഒരു കാര്യമാണ്. ഈ സ്ത്രീ സർക്കിളുകളിൽ ഇതിൽ ബാധിക്കപ്പെടും, എങ്ങനെ പുരോഗമന സ്ത്രീ സമൂഹത്തിലേക്ക് നമ്മൾ വേടനെ ഒരു അവാർഡ് കിട്ടിയ ഒരു ഐക്കൺ എന്ന നിലയിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ള ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. റാപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളെ ഈ കാലഘട്ടത്തിന് ആവശ്യമായിട്ടുള്ള ഒന്നാണ്. അതിൽ അയാൾക്ക് പല അലിഗേഷൻസ് ഉണ്ടാവും, എന്നിരുന്നാൽ പോലും അയാളുടെ വരികൾക്ക് കൃത്യമായിട്ടുള്ള അർത്ഥങ്ങളുണ്ട്, കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട്, കൃത്യമായിട്ടുള്ള നിലപാടുണ്ട്. നിലപാടിനോടുകൂടി കുറച്ച് പോകാൻ ആളുടെ കുറേ വരികൾ ബാക്കിയുള്ള കുറേ ആൾക്കാർക്ക് മുറിവേൽക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ തെറ്റുകൾക്കെതിരെ മൂപ്പര് വരണോണ്ടാണ് ബാക്കിയുള്ളവർക്ക് മുറിവേൽക്കുന്നത്. മൂപ്പരെ വരികളെ കുറേ ആൾക്കാർ പേടിക്കുന്നുണ്ട്. സ്ട്രീറ്റ് റാപ്പിനെ മലയാളത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വേടന് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന രാഷ്ട്രീയം, റാപ്പുകളിൽ പറയുന്ന രാഷ്ട്രീയം പല ആൾക്കാർക്കും ഉൾക്കൊള്ളാൻ സാധിക്കാത്തതായിരിക്കാം. പക്ഷെ അതേപോലെ തന്നെ അദ്ദേഹം പറയുന്ന നല്ല നല്ല ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയുകയാണെങ്കിൽ വേടന് അവാർഡ് കൊടുക്കണം.
ആളുടെ വരികളൊക്കെ ഭയങ്കര ഭയങ്കര മീനിങ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതായത് നമ്മൾ ഈ ഒരു തലമുറയിൽ ഈ ഒരു ജെൻസി കാലഘട്ടത്തിൽ ഇത്തരം എഴുത്തുകളൊക്കെ നമുക്ക് വളരെ എന്താ പറയുക ഒരു ഇതുപോലെ, അതായത് കുറച്ച് നമ്മളത്രയും ഇതിലാണ് നോക്കിക്കാണുന്നത്. കാരണം നമ്മൾ പഴയകാല എഴുത്തുകാർ അവർ എഴുതിയ കാര്യങ്ങളൊക്കെയാണ് വളരെ അർത്ഥവത്തായ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വളരെ ഫോളോ ചെയ്യുന്നതും മറ്റു കാര്യങ്ങളൊക്കെ. പക്ഷേ നമ്മൾ ഈ ഒരു ചുറ്റുപാടില്ല, നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരം എഴുത്തുകളൊക്കെ നമ്മൾ സപ്പോർട്ടീവായിട്ട് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം ആളുകൾ വളർന്നു വരണം, അവർക്ക് സപ്പോർട്ടായിട്ടുള്ള അവാർഡുകളും മറ്റു കാര്യങ്ങളും കൊടുക്കണം. എന്നാലേ എല്ലാവർക്കും ഒരു പ്രചോദനമായിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് ഈ ഒരു ഫീൽഡ് റിച്ച് ആവുള്ളൂ എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. ഗ്രാമ എന്ന് പറഞ്ഞ അവാർഡൊക്കെ കിട്ടിയ 3 പ്രാവശ്യം കിട്ടിയ ഏതോ വ്യക്തിക്കൊക്കെ ഒരുപാട് ആരോപണങ്ങളുണ്ട്. അപ്പോൾ കലേനെ ആ രീതിയിൽ തന്നെ കാണണം. പിന്നെ ഒരിക്കലും ആ ഒരു വേടൻ ചെയ്ത കാര്യങ്ങളെ അല്ലല്ലോ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. വേടൻ്റെ പാട്ടുകളെയും അത് ആ സംഭവങ്ങൾ മാത്രമാണ് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നതും അവാർഡ് കൊടുത്തതും. അതുകൊണ്ട് അവാർഡ് കൊടുത്തതിൽ വേറെ തെറ്റൊന്നുമില്ല. ഉറപ്പായിട്ടും പുള്ളിക്കാരൻ്റെ കലയെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അയാളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. പക്ഷേ പുള്ളിക്കാരൻ്റെ കലയെ ഞാൻ പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കലയ്ക്ക് കിട്ടിയ അവാർഡ് ആയതുകൊണ്ട് അതിനെയും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് തന്നെയാണ്, അതിലൊരു മാറ്റവും ഉണ്ടാവില്ല. ഇല്ല, കൊടുക്കണേന് കുഴപ്പമൊന്നുമില്ല. നല്ല ആ പദവിയുടെ ഒരു സംഭവം ആളെടുത്തുണ്ട്. പിന്നെ മമ്മൂട്ടി കൊടുത്തതാണ് എനിക്ക് താല്പര്യമില്ലായിരുന്നത്. കാരണം ആസിഫ് അലി അത്രയും ഡിസർവ്ഡ് ആയിരുന്നു. വേടൻ അവാർഡ് കൊടുത്തതിൽ നമ്മൾ അഭിപ്രായങ്ങളേക്കാൾ ഉപരിയായിട്ടേ നമ്മൾ അതിന് മുമ്പുള്ള വർഷങ്ങളിൽ ഹോം എന്നൊരു ചിത്രത്തിൽ ഇന്ദ്രൻസിനെ തഴഞ്ഞത് നമ്മളെല്ലാവരും ശ്രദ്ധിച്ചാണ്. കാരണം അന്ന് സംവിധായകനെതിരെ ഒരു അലിഗേഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻസിന് ഉൾപ്പെടെയുള്ള ആ സിനിമയിൽ ഉൾപ്പെടെയുള്ളവരെ പരിഗണിച്ചില്ല. അത് പിന്നീട് അദ്ദേഹത്തിൻ്റെ കഴിവിനനുസരിച്ച് നാഷണൽ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു. അപ്പോൾ അത്രത്തോളം അലിഗേഷൻസ് ഇങ്ങനെയുള്ള രീതിയിൽ വരുമ്പോഴും ഇപ്പോൾ വേടനാണെങ്കിലും മറ്റൊരാളാണെങ്കിലും രണ്ടുപേർക്ക് മറ്റു നീതികൾ എന്ന് പറയുന്നത് ശരിയല്ല. കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, കാരണം വേടൻ്റെ കഴിവിനെ അംഗീകരിക്കണമല്ലോ. ആ വ്യക്തി കൊടുക്കുന്നതിന് നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. റൈറ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. വേടന് കലാകാരന് നല്ല കഴിവുള്ള ആളാണ്. ഒരുപാട് അദ്ദേഹത്തിൻ്റെ പാട്ടിലൂടെ ഒരുപാട് ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ആ പാട്ട് കേൾക്കുമ്പോൾ നമുക്കൊരു ഉണർവൊക്കെ കിട്ടും. എന്നാലും ഇപ്പോൾ സമൂഹത്തിൽ അദ്ദേഹത്തിൻ്റെ മോശമായ രീതികൾ ചൂണ്ടിക്കാണിക്കുമ്പം അതുകൊണ്ട്, എന്നാലും കലാകാരൻ അദ്ദേഹത്തിന് കിട്ടിയതൊരു കുഴപ്പമില്ല. എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഒരു മനുഷ്യന് കഴിവുണ്ട്, അയാൾക്ക് നല്ല സൈഡും ഉണ്ട് ചീത്ത സൈഡും ഉണ്ട്. പക്ഷേ നമ്മൾ അവാർഡ് കൊടുക്കുന്ന സമയത്ത് അയാളുടെ കഴിവ് നോക്കിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന അഭിപ്രായത്തിന് യാതൊരു സ്ഥാനമില്ല അവിടെ. കൊടുത്തത് അർഹിക്കുന്നവർക്ക് തന്നെ, അത്രേ ഉള്ളൂ.